ADGP എസ് ശ്രീജിത്തിന് വിദേശയാത്രയ്ക്ക് സർക്കാർ അനുമതി നൽകിയതിന്റെ രേഖകൾ പുറത്ത്. കഴിഞ്ഞ ഫെബ്രുവരി 1 മുതൽ 3 വരെ ദുബായ് സന്ദർശിക്കാനാണ് അനുമതി നൽകിയത്. പോലീസ് യൂണിഫോമിൽ ശ്രീജിത്ത് പരിപാടിയിൽ പങ്കെടുത്തുവെന്ന ആരോപണവും അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ തള്ളിയിരുന്നു. ശ്രീജിത്തിന്റെ വിദേശയാത്രയിലെ പരിപാടിയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ബിനിൽ വിവരങ്ങളുമായി. ബിനിൽ, ആദ്യഘട്ടത്തിൽ ഈ വാർത്ത വന്നത് ഈ വിദേശയാത്ര അനുമതിയുമായി ബന്ധപ്പെട്ട അനുമതി ഇല്ല എന്ന തരത്തിലായിരുന്നു. ഇപ്പോൾ പക്ഷേ സർക്കാർ അനുമതി നൽകിയതിന്റെ രേഖകളാണല്ലോ പുറത്തു വരുന്നത്. എന്താണ് ഈ ആശയക്കുഴപ്പത്തിന് കാരണമായത്? ഇപ്പോൾ നിലവിൽ എന്താണ് സംഭവിച്ചത്? ശ്രീജ, ADGP എസ് ശ്രീജിത്തിന് വിദേശയാത്രയ്ക്ക് അനുമതിയില്ലാതെ വിദേശത്ത് പോയി എന്ന പരാതിയുമായിട്ടാണ് ദിബിൻ ഇടമന എന്ന വ്യക്തി സർക്കാരിനെ സമീപിച്ചത്. പിന്നീട് കോടതിയിലും പോയി. ഇതിൽ പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന രേഖകൾ പ്രകാരം ADGP എസ് ശ്രീജിത്തിന് സർക്കാർ വിദേശത്ത് പോകാൻ അനുമതി നൽകിയിരുന്നുവെന്നാണ്. മുൻകൂട്ടി തന്നെ അനുമതി നൽകിയിരുന്നു. ആദ്യം DGPയുടെ ഓഫീസ് 19/1/2026 ഇത് സംബന്ധിച്ച അനുമതി നൽകി. അതിന് പിന്നാലെ 29/1 സർക്കാർ ഇക്കാര്യത്തിൽ അനുമതി നൽകിക്കൊണ്ടുള്ള നടപടിക്രമവും പുറപ്പെടുവിച്ചു. അതിനുശേഷം 1-ാം തീയതി ഫെബ്രുവരി 1 മുതൽ 3 വരെയുള്ള തീയതികളിലാണ് ADGP എസ് ശ്രീജിത്ത് ദുബായിൽ സന്ദർശനം നടത്തിയെന്നതാണ് വ്യക്തമാകുന്നത്. അവിടെ ഈ സ്വകാര്യ പരിപാടിയിൽ പോലീസ് യൂണിഫോമിൽ പങ്കെടുത്തുവെന്നായിരുന്നു ഈ പരാതിക്കാരന്റെ ആരോപണം. എന്നാൽ ആ ആരോപണവും നേരത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ നൽകിയ റിപ്പോർട്ടിൽ തള്ളിയിരുന്നു. ആ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുടെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ അദ്ദേഹം പോലീസ് യൂണിഫോമിലല്ല പങ്കെടുക്കുന്നത് എന്ന കാര്യവും വ്യക്തമാണ്. എന്തായാലും ഹൈക്കോടതി ഇതിൽ ഈ റിപ്പോർട്ട് തള്ളാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ജോയിന്റ് ഹിയറിംഗ് നടത്തി എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കോടതി ചൂണ്ടിക്കാണിച്ചത്. അതായത് ADGP എസ് ശ്രീജിത്തിനെയും പരാതിക്കാരനെയും ഒന്നിച്ച് ഹിയറിംഗിന് വിളിച്ചു. അതിൽ പരാതിക്കാരൻ ആ ജോയിന്റ് ഹിയറിംഗിൽ പങ്കെടുത്തില്ല. ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് പരാതിക്കാരന് കേൾക്കാനുള്ളത് കൂടി കേട്ട ശേഷം 3 ആഴ്ചക്കകം തീരുമാനമെടുക്കാൻ വിജിലൻസിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ADGP എസ് ശ്രീജിത്തിന് വിദേശയാത്രയ്ക്ക് സർക്കാരിന്റെ അനുമതി ഉണ്ടായിരുന്നോ എന്നതാണ്. ഈ രേഖകൾ പ്രകാരം അദ്ദേഹത്തിന് മുൻകൂട്ടി തന്നെ അനുമതി ലഭിച്ചിരുന്നു.